അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കാരണം എൻ്റെ അമ്മ മാതാവ് മാത്രമാണ്. കാര്യം എൻ്റെ പേര് ശരത്ലാൽ. ഞാൻ കായംകുളം പുതുപ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ 5 വർഷക്കാലമായി ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് 2023 ഞാൻ വന്ന് ലാസ്റ്റ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് ITI കഴിഞ്ഞു. അതിനുശേഷം ഗവൺമെൻറ് ജോലി, അതായത് ആർമി ഫോഴ്സുകളിലേക്ക് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിനിങ് ചെയ്തു. അതിൽ എല്ലാ ഭാഗങ്ങളിലും ഞാൻ പാസ്സായി. പക്ഷേ അതിൽ എന്നെ വീഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. ഒരുപാട് ഘട്ടങ്ങളിൽ ഞാൻ വീണു പോവുകയാണ് ചെയ്തത്. അവസാന പ്രതീക്ഷയെ എനിക്ക് ഒന്നുമില്ല, ഞാൻ ഇനി മുന്നോട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. 2024 മെയ് മാസം 12-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നതിൻ്റെ അന്ന് തന്നെ എനിക്കതിൻ്റെ ഒരു വൈബ്രേഷൻ എൻ്റെ ശരീരത്തിലുണ്ടായി. അതിൽ കൃത്യം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചിറങ്ങാൻ നേരം തിരുവചനം അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് തിരുവചനം എടുത്ത് വായിച്ചു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ സ്പർശിച്ച് നിർത്തിയത്. ഏഷ്യ 49:15. മുല കുടിക്കാൻ കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മയ്ക്ക് പുത്രനെ മറക്കാനാകുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനം, ആ വചനത്തിൻ്റെ ബലത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ എൻ്റെ 2024 ഫിസിക്കൽ ടെസ്റ്റ് എക്സാമിനേഷനിൽ പോയി. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് സഹനങ്ങളുണ്ടായി. അമ്മ എന്നെ പിടിച്ചു നിർത്തി എല്ലായിടത്തും. എനിക്ക് ആ അത്ഭുതകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫിസിക്കലിന് ചെന്ന് ആദ്യമായിട്ട് എനിക്ക് റീമെഡിക്കൽ അടിച്ചു. ഞാൻ ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞായറാഴ്ചയാണ്, അച്ഛനെ കാണാൻ പറ്റില്ല, അച്ഛനില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ വരെ വന്നിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് ഒന്ന് കയറി കാണാം, ചോദിക്കാം. ഞാൻ അകത്ത് കയറി ചോദിച്ചപ്പോൾ വേറൊരു അച്ഛൻ വരും, നിന്നെ ബ്ലെസ് ചെയ്ത് മേടിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അച്ഛൻ വന്നു, എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം. അതെൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ സ്പർശിച്ചു. ഞാൻ അവിടെ പോയി മെഡിക്കലിന് പോയപ്പോൾ അവിടെ ഭയങ്കര ടർഫായിരുന്നു. എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് വാശിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കൽ, നമ്മളെ അലട്ടുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ഞാൻ അവിടെ നിന്ന് അമ്മേ, ഞാൻ ഒരൊറ്റ വചനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഞാൻ എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിരുന്ന് എന്നോട് ചോദിച്ചു, നീ എന്താണ് എംബോസിഷൻ എഴുതി കളിക്കുവാണോന്ന് ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ ചോദിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥന അമ്മ കേൾക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ വീണ്ടും എഴുതി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എന്നെ അകത്തേക്ക് വിളിച്ച് എൻ്റെ സാറ് ഹെഡ് ഓഫീസർ DG വിളിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, നിൻ്റെ പല്ലിന് ആരാണ് അടിച്ചത്? അതായത് മെഡിക്കലിന് റീമെഡിക്കൽ അടിച്ചത് ആരാണ്? ഇതിനൊരു കുഴപ്പമില്ല, അത് നീ ഇനിയിപ്പം ഒരു ക്ലിയറൻസ് ആയിട്ട് പുറത്ത് കൊണ്ടുപോയി നിന്നെ നോക്കിക്കും. ആ നോക്കുന്ന സമയത്ത് നിനക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിലേ ഉള്ളൂ. അത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ഡെൻ്റലിൽ ഒരു കുഴപ്പമില്ല. നിനക്ക് മെഡിക്കൽ ക്ലിയർ ചെയ്യാൻ കഴിയും, ഉറപ്പായും ക്ലിയർ ആവും. അത് കഴിയുമ്പോൾ ഈ പല്ലങ്ങ് എടുത്ത് കളഞ്ഞേക്കണം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പല്ല് മെഡിക്കൽ ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പം അമ്മ ഇവിടെ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷയല്ല. കാര്യം അവിടെ ചെന്ന് ആർക്കുമില്ല. 24 പേര് പോയതിൽ ആകെപ്പാട് 4 പേരാണ് മെഡിക്കൽ ക്ലിയർ ചെയ്തത്. അത്രയ്ക്ക് ഹാർഡായിരുന്നു മെഡിക്കൽ. അതുപോലെ തന്നെ ആയിരുന്നു ഫിസിക്കലും, ഭയങ്കര പാടായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ ശക്തി കൊണ്ട് മാത്രം ഞാൻ പാസ്സായത്. അതിനുശേഷം ഞാൻ എൻ്റെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആദ്യം എൻ്റെ കാശുരൂപമാണ് എടുത്ത് പിടിക്കുന്നത്. കാശുരൂപം എടുത്ത് പിടിച്ചിട്ട്, അമ്മേ എൻ്റെ മുന്നിലൂടെ നടക്കണമേ, എന്നെ കൈപിടിച്ച് കൊണ്ടുപോകണമേ, അമ്മയുടെയും തിരുകുമാരൻ്റെയും ദൂതനെ വഴി എൻ്റെ വഴികളെ തെളിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ഡേറ്റായി ഞാനൊരു ഡേറ്റ് ഇട്ടു. ഇവിടെ വന്നിരുന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയാറുണ്ട്. ധ്യാനങ്ങൾ കൂടുന്നതിനിടയ്ക്ക് അച്ഛൻ പറയാറുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട കൃത്യം ഡേറ്റ്, അതായത് എൻ്റെ ബർത്ത്ഡേ ഡിസംബർ 15-ാം തീയതിയാണ്. ഡിസംബർ 14-ന് കൃത്യം എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ
ഭയങ്കരമായിട്ട് കരഞ്ഞാണ് ഞാൻ നോക്കിയത്. അമ്മ ഞാൻ തിരി കത്തിച്ച് അമ്മയുടെ മുമ്പിൽ തിരി കത്തിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് തുറക്കുന്നത്. തുറന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. ഇതേവരെ വരാത്ത എൻ്റെ ലിസ്റ്റിൽ എൻ്റെ നെയിം ഏറ്റവും മുകളിലായിട്ടാണ് എൻ്റെ ലിസ്റ്റിൽ പേരുകൾ വന്നത്. അത് കണ്ട് ഞാൻ അവിടുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടുന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കരഞ്ഞ് അന്ന് ഒരു ദിവസം ഫുള്ള് പ്രാർത്ഥിച്ചു ഞാൻ. അമ്മ മാതാവിനും തിരുകുമാരനും എനിക്ക് ഒരുപാട് രീതിയിലാണ് എനിക്ക് കൈപിടിച്ച് നിന്നത്. അങ്ങനെ ലിസ്റ്റ് വന്നു. ഇന്ന് ഡിസംബർ മാസം 27-ാം തീയതിയാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇന്ന് അതുമായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയായിരുന്നു. ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ പത്രങ്ങൾ എല്ലാവരും കൊണ്ട് കൊടുക്കാറുണ്ട്. എല്ലാവരും പത്രം മേടിച്ച് നേരെ എടുത്ത് വെക്കാറുണ്ട്, അതിൽ വലിച്ചു വാരി വെക്കാറുണ്ട്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഓരോ സാധനങ്ങൾ പിറക്കി അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നു. അത് അവിടെ കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു ഗുണമില്ല. കാര്യം ആൾക്കാർ വായിച്ചു നോക്കുന്നവർ വളരെ കുറവാണ്. പുറത്ത് വന്ന് നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കണം. പുറത്ത് വന്ന് ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അവരതെടുത്തുകൊണ്ട് പോയി അവർ വായിക്കും, മറ്റുള്ളവർക്ക് കൊടുക്കും. എന്നാൽ ആശുപത്രികളിൽ കുറച്ച് നേരമൊക്കെ വായിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവരെടുത്ത് നേരെ എടുത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒന്നിച്ച് ഔട്ടുപൊറ്റ കിടന്ന് കണ്ടിട്ടുണ്ട്. വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറുമായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ കയറ്റി വിടത്തില്ല. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും അവരകത്തോട്ട് കയറ്റി വിടത്തില്ല. അങ്ങനൊരു വിഷമം ഉണ്ടായി. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ കെട്ടി ഇവിടുന്ന് കൊണ്ടുപോകുന്നതല്ലേ, കഷ്ടപ്പെട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് ആർക്കാണോ വേണ്ടത് അവർക്ക് വേണ്ടി കൊണ്ടുപോകുന്നതല്ലേ. അപ്പോൾ പുറത്ത് വന്ന് നിൽക്കുമ്പം വിശപ്പുള്ളവർ തനിയെ എൻ്റെ അടുത്ത് വന്ന് മേടിച്ചുകൊണ്ട് പോയ ചരിത്രമുണ്ട്. കാര്യം ഒരു പിടി ചോറ് കിട്ടുമോ എന്ന് ചോദിച്ച് വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത്രയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. കാര്യം വിശക്കുന്നവനാണ് ഒരു പിടി ചോറ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വീട്ടിൽ ആശുപത്രി ഇരിക്കുന്ന ആൾക്കാർക്ക് ചോറ് കൊണ്ടുപോയി കൊടുത്ത് അവർ വീട്ടിൽ നിന്നും ചോറ് കൊണ്ടുവരും, നമ്മൾ കൊണ്ട് കൊടുക്കുമെന്നില്ല. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതിന്. അങ്ങനെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുള്ള വ്യക്തിയാണ്. അതായത് ശ്വാസകോശത്തിൽ ചുരുക്കം, യൂട്രസിൽ മുഴ, കാലിന് മുട്ടിന് തേയ്മാനമുള്ള വ്യക്തിയാണ്. ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ആഗസ്റ്റ് മാസം 22-ാം തീയതിയാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം തൊട്ടാണ് എൻ്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടായത്. എൻ്റെ രൂപം തന്നെ ഒരു വല്ലാത്ത ചെറുപ്പത്തിൽ കണ്ടതുപോലല്ല, കറുത്തു വാരി രോഗമായിട്ടാണ് ഞാൻ അമ്മയുടെ വാതിലിലോട്ട് വന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു സ്വർഗത്ത് വന്നതുപോലെ തന്നെ എനിക്ക് തോന്നി. അവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ പ്രാർത്ഥനയും, ഇന്ന് വരെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എൻ്റെ മകൻ ഞാൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ മകൻ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും. രാവിലെ ഫിസിക്കലിന് പോകുന്നതിന് മുമ്പ് 5:30 എന്ന് അടിക്കുന്ന ഒരു സമയമുണ്ടോ, അവൻ എഴുന്നേറ്റ് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ ബാക്കി പ്രാർത്ഥിക്കും, ഞാൻ പിന്നെ വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഞാൻ ജപമാല ജപിക്കും, ബൈബിൾ വായിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 7:30 മണിയാവും. അത്രയും സമയം കഴിഞ്ഞതിന് ശേഷമേ എൻ്റെ ഭർത്താവിന് ഞാൻ ചായ പോലും ഇട്ട് കൊടുക്കത്തുള്ളൂ. വൈകുന്നേരത്തും അതുപോലെ തന്നെ 6:30 മണിയാവുമ്പോൾ എനിക്ക് പ്രാർത്ഥനയാണ് വലുത്. ഞാനൊരു ഹിന്ദുവാണ്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എൻ്റെ മരിച്ച് ഞാൻ മണ്ണിലോട് അടിയുന്നവരെയും ഈശോയും അമ്മ മാതാവിനെയും ഞാൻ മറക്കില്ല. എൻ്റെ മോന് BSFിൽ ജോലി കിട്ടിയെന്ന് എൻ്റെ മോന് ലിസ്റ്റിൽ പേര് വന്നപ്പോൾ അവൻ്റെ കരച്ചിൽ കണ്ട് എൻ്റെ പപ്പ ഇറങ്ങി ഓടി വന്ന്, അമ്മേ എൻ്റെ മോൻ എന്ത് പറ്റി? പപ്പ എനിക്ക് ജോലി തന്നത് അമ്മ മാതാവാണ്. അങ്ങനെ പറഞ്ഞ് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ മോന് ഈ ജോലി കിട്ടിയത് അമ്മ മാതാവ് ഈശോപ്പായി. എനിക്കിനി ഒരിക്കലും അമ്മ മാതാവിനെ മറക്കാനോ, ഞാൻ മരിച്ച് മണ്ണടിയുന്നവരെയും അമ്മ മാതാവാണ് എൻ്റെ ഏറ്റവും വലുത്. ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാ സ്ഥലത്തും പത്രം കൊണ്ട് കൊടുക്കും. TB ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ ആർത്തിയോടെ എല്ലാവരും മേടിച്ചു. എനിക്കിവിടെ വരണം മോളെ, വഴി പറഞ്ഞതാ. എല്ലാവരും വഴി ചോദിച്ചു, ഞാൻ വഴി പറഞ്ഞു കൊടുത്തു.
ഇവിടെ വരണം, സ്വർഗമാണ് ഇവിടെ വന്ന് ഈശോയെ അമ്മ മാതാവിനെയും കണ്ട് സന്തോഷിച്ച് പോകണമെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ അതിനുള്ള ഫലം ഞങ്ങൾക്ക് കിട്ടിയെന്നും ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഈ തിരുക്കുമാരനും അമ്മ മാതാവിനും തന്ന എൻ്റെ മോനെ ഉയർത്തിത്തന്ന എൻ്റെ കുടുംബത്തെ എല്ലാവരെയും, എൻ്റെ കൂടപ്പിറപ്പുകളെയും, എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് വാൽവിൻ്റെ അസുഖമാണ്, അതും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട്, അതും അമ്മ സാധിച്ചു തരും. എൻ്റെ രോഗങ്ങളെല്ലാം ഞാൻ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എനിക്കിത് പറയാൻ ധൈര്യം തന്ന അമ്മ മാതാവിനോടും തിരുക്കുമാരനും 1000 യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49:15 മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരത് ലാലും അമ്മയും തങ്ങൾക്ക് ഇന്നിവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനിടയായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ട് മാത്രം തങ്ങൾക്ക് കിട്ടിയ, അതായത് തൻ്റെ മകന് ലഭിച്ച ജോലി 5 വർഷമായി ആ മകൻ ഇൻ്റർവ്യൂവും ഒക്കെ ആയിട്ട് റിട്ടേൺ എക്സാമും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു. ലിസ്റ്റിൽ പേര് വന്നു, എന്നാൽ വീണ്ടും തനിക്കത് നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നീട് എത്ര പേര് മെഡിക്കലിനുണ്ടായിരുന്നു, അതിലെത്ര പേരെയാണ് പറഞ്ഞു വിട്ടത്, എങ്ങനെ തനിക്ക് റീമെഡിക്കൽ പറഞ്ഞ തനിക്ക് വീണ്ടും അങ്ങനെയൊന്നുമില്ലാതെ തന്നെ തനിക്ക് എങ്ങനെയാണ് സെലക്ഷൻ ലഭിച്ചത്? ഇതൊക്കെയാണ് ചെറുപ്പക്കാരനായ ഈ മകനും തൻ്റെ അമ്മയോടൊത്ത് പറയുക. ഇന്ന് മാതാപിതാക്കൾ മക്കളെ പ്രതി വേദനിക്കുമ്പോൾ, വേദനിക്കുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കൂടി അമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു, ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഇടയാക്കുന്നു. ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് വിശക്കുന്നവരാരോ അവർക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കുക, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലാതെ വിശപ്പ് എന്താണെന്ന് അറിയുന്നവർ അവരത് രുചിയോടെ ഭക്ഷിക്കും. തീർച്ചയായും ഇന്ന് ഇതൊക്കെ ഓരോ മക്കളും, അതായത് എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കുമെന്നാണ് പുറപ്പാട് 33:19 തിരുവചനങ്ങൾ അരുളി ചെയ്യുക. ഇവിടെ ആരെന്നില്ല, ഏത് വ്യക്തികളെന്നില്ല, ഏത് വർഗ്ഗക്കാരെന്നില്ല, ഇവിടം എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നു കിടക്കുന്നതാണ് കൃപാസനം. ഇവിടേക്ക് കടന്നു വരുന്നത് ലോക ജനത തന്നെ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അങ്ങനെ ഇന്ന് എല്ലാവർക്കുമായിട്ട് തുറന്നു കിടക്കുന്ന ഈ കവാടത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുകയാണ്. ഈശോയോട് പറഞ്ഞ് എല്ലാം നമുക്ക് വേണ്ടി നേടിത്തരികയാണ്. ഇത്രയേറെ ഒരു സൗഭാഗ്യകരമായ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് സ്വർഗത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടായതെന്ന് ഈ അമ്മയും നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ തന്നെ വിശ്വാസം അത് എത്രമാത്രമാണ് നമുക്കുള്ളത്, അതിനെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് ഉള്ള ഒരു മനസ്സും ഹൃദയവുമാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ദൈവസാന്നിധ്യം എന്നുമുണ്ട്, എപ്പോഴുമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് പല നൊവേന പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കാത്തത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നു? അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത. ഇന്ന് ഈ മക്കൾ, ഈ കുടുംബം ഒന്നിച്ചിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ ദർശിക്കും എന്ന് ജോബ് പറയുന്നുണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ. അതുതന്നെയല്ലേ ഈ മകളും ഇവിടെ പറയുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന കൃപകൾ മനസ്സിലാക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കിടയാകട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷേളി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2023 മെയ് 25 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് 2021 മുതൽ
ഹൈപ്പർ തൈറോയിഡ് വിത്ത് നൊഡ്യൂൾ എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. പക്ഷേ 2023 ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നെങ്കിലും ആ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കേണ്ട, അത് ഓൾറെഡി അഡ്ജസ്റ്റായി മാറിക്കോളുമെന്ന്. അങ്ങനെ ഞാൻ ഈ ഓഗസ്റ്റ് 2024 ഇവിടെ ഉടമ്പടി പുതുക്കാനായി വന്നപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഈ രോഗം ഉടമ്പടിയിൽ എഴുതിയിട്ടുള്ളതല്ലേ, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, എന്തായാലും എനിക്കൊരു നൊഡ്യൂളുണ്ട്, അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അത് നോക്കിയിട്ട് ഞാൻ കൺഫേം ചെയ്ത് പറയാം. അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ എനിക്ക് ഒരു നൊഡ്യൂൾ ഉണ്ടായിരുന്നത് 3 നൊഡ്യൂളായി മാറുകയും സൈസ് 1.7 സെൻറ്റിമീറ്റർ ഉള്ളത് 2.5 സെൻറ്റിമീറ്ററിലേക്ക് കൂടുകയും ചെയ്തു. ഇത് ഞാൻ ഓൺലൈനിൽ ഡോക്ടറായിട്ട് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉടൻ വന്ന് FNAC സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് അമൃതയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഞാൻ ഡിസംബറിൽ വരാം. അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ നേരെ ഇവിടെ വന്ന് എല്ലാ മാസവും ഞാനിവിടെ വരും. അങ്ങനെ ഞാൻ സെപ്റ്റംബറിലിവിടെ വന്ന് ആ മെനോറ വിളക്കിൽ നിന്നുള്ള തൈലം എടുത്ത് എൻ്റെ കഴുത്തിൽ മുഴുവനും പൂശി. അത് പരട്ടിയ സമയത്ത് തന്നെ എൻ്റെ കഴുത്തിൽ ഭയങ്കര ഒരു ചുട്ടുനീറ്റം ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അസുഖം സൗഖ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിയോഗം വെച്ചിട്ട് ജപമാല റാലിയിൽ പങ്കെടുത്തു. അതും കഴിഞ്ഞ് ഞാൻ ഡിസംബറിൽ വീണ്ടും പുതുക്കിയപ്പം എൻ്റെ നൊഡ്യൂളൊന്ന് ഷ്രിങ്ക് ചെയ്യണേ എന്ന് എഴുതിയിട്ടാണ് അതിന് ശേഷമാണ് ഞാൻ അമൃതയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അമൃതയിൽ പോയി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ 2.5 എന്ന സൈസ് ഉണ്ടായിരുന്ന നൊഡ്യൂൾ ഷ്രിങ്ക് ചെയ്തിട്ട് 1.4ലേക്ക് കുറയുകയും 3 നൊഡ്യൂൾസ് ഉണ്ടായിരുന്നത് വീണ്ടും അത് ഒരു നൊഡ്യൂളിലേക്ക് മാറുകയും ആ റേഡിയോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ പ്രീവിയസ് റിപ്പോർട്ട് പോലെയല്ല ഇപ്പോൾ കാണുന്നത്, അതുകൊണ്ട് ഒരു FNACയുടെ ആവശ്യമില്ല, എൻ്റെ ഗൈനക്കോളജിസ്റ്റായിട്ട് ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾക്ക് യാതൊരു ഫെർദർ ടെക്സ്റ്റ് ഇവാലുവേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മാതാവ് എന്നെ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നിന്ന് അനുഗ്രഹിച്ചത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്കൊരു പ്രോപ്പർട്ടിയിൽ ഒരു കിണർ കുത്തണം എന്നുണ്ടായിരുന്നു. അതിനായിട്ട് ഒരാളെ സ്ഥാനം നോക്കാനായിട്ട് വിളിക്കുകയും അയാൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു, ഈ കിണറിന് ഇവിടെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടില്ല, അതുകൊണ്ട് ബോർവെൽ നോക്കാമെന്ന് പറഞ്ഞു. തലേ ദിവസം തന്നെ ഞാൻ ആ പ്രോപ്പർട്ടിയിൽ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അയാൾ കുറേ നോക്കി കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഒരു പോയിന്റിൽ മാത്രമേ ഇതിന് സ്ഥാനമുള്ളൂ, അത് 350 ഫീറ്റ് അടിച്ചാൽ മാത്രം നിങ്ങൾക്ക് വെള്ളം കിട്ടും, നിങ്ങൾക്ക് ഉപയോഗത്തിനാണെങ്കിൽ 400 ഫീറ്റ് അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കിണർ കുത്താൻ ബോർവെല്ലിന് ആയിട്ട് ചെയ്തത്. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ വിദേശത്തായിരുന്നു. ഈ ബോർവെല്ല് അവർ ഡിഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് വന്നു, 180 ഫീറ്റിൽ എന്നെ വെള്ളം കണ്ടെന്നും 230 മീതെ അവർക്ക് അടിക്കാൻ പറ്റുന്നില്ല, വെള്ളം ഓവർഫ്ലോ ആണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആ വെള്ളം ടെസ്റ്റ് ചെയ്തു. 2 ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും 2 ലാബുകാരും പറഞ്ഞത് ഈ വെള്ളം കിണർ വെള്ളത്തിന് ഈക്വലൻ്റ് ആണ്. അവരുടെ ജീവിതാനുഭവത്തിൽ ഇത് 10,000-ഓളം ടെസ്റ്റ് ചെയ്തിട്ട് ബോർവെൽ ടെസ്റ്റ് ചെയ്തിട്ട് ഈ 6ാമത്തെ കിണർ ബോർവെല്ലാണ് കിണർ വെള്ളം പോലെ കിട്ടിയിരിക്കുന്നത്. അതും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് ചിട്ടയായൊരു ജീവിതമാണ്. മറ്റുള്ളവരെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കാനും അതേപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് തന്നു. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും. 2 ആഴ്ച കൂടുമ്പോൾ കൺഫെഷൻ, അതേപോലെ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും. എത്ര സമയമില്ലെങ്കിലും അത് വായിച്ചിട്ട് ഞാൻ കിടക്കുള്ളൂ. അതേപോലെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസം ഞാൻ ഇവിടെ വരും. 2 കെട്ട് പത്രം വാങ്ങിക്കും, അത് പ്രാർത്ഥിച്ച് തൈലം പൂശിയിട്ട് ഞാൻ കൊടുക്കും. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ എല്ലാ മാസവും ദശാംശം കൊടുക്കുന്നുണ്ട്. എല്ലാ സൺഡേയ്സും ഞാൻ തെരുവുകളിലുള്ളവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും. പിന്നെ ഒരു വളണ്ടിയറായിട്ടൊരു NGOയിൽ കുട്ടികളെ കെയർ ചെയ്യുന്നൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ആ 90-ാം ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കത്തിന് ഉണർന്നു. ഞാൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉണർന്നു നോക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ അമ്മ മാതാവ് കിടക്കുന്നു, ഭയങ്കര ഹൈറ്റുള്ള ഹ്യൂജ് ബോഡിയായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് നീങ്ങി
നീങ്ങിക്കെടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊന്ന് ഉണർന്നു. ഞാൻ നോക്കി, എനിക്ക് ഫേസ് കണ്ടില്ല, പക്ഷെ ഫുൾ ബോഡി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറക്കത്തിൽ വീണ്ടും തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അപ്പോഴും ആ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് റൈറ്റിലും ലെഫ്റ്റിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയങ്ങളിലെല്ലാം അമ്മ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ലഭിക്കാറുണ്ട്. ഇനിയുള്ള തുടർന്നുള്ള ജീവിതവും അമ്മ മാതാവിനോടും പുത്രനോടും കൂടി ആയിരിക്കാനുള്ള കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും. പുറപ്പാട് 15:2 കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ഷെർലി ഫ്രാൻസിസ് എന്ന ഈ സഹോദരി പ്രത്യേകമാവിധം 2 ജീവിതാനുഭവങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിക്കുകയാണ്. ആദ്യത്തേത് തൈറോയിഡുമായി ബന്ധപ്പെട്ട് വന്ന ഒരു രോഗാവസ്ഥയിൽ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെയാണ് മകള് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ശുദ്ധജലത്തിന് വേണ്ടി കിണർ കുഴിക്കുവാൻ പരിശ്രമിച്ചപ്പോൾ 400 അടി വരെയെങ്കിലും കുഴിക്കണമെന്ന നിർദ്ദേശം ലഭിച്ച് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയും ബോർവെൽ താഴ്ത്തി 180ഓളം അടിയെത്തുമ്പോൾ കിണറിലതുപോലെ തന്നെ ഏറ്റവും ശുദ്ധജലം കുടുംബത്തിന് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മൾ സവിശേഷമായി കേൾക്കുന്നുണ്ട്, ഉടമ്പടി ജീവിതം ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. എങ്ങനെ ജീവിക്കണം, എന്ത് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം, മാറ്റി നിർത്തണം, അതിനെക്കുറിച്ച് അമ്മ മാതാവ് നമുക്ക് കൃത്യമായി ഡയറക്ഷൻസ് തരുന്നുണ്ട്. അത് ഭാരപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളല്ല, മറിച്ച് ഹൃദയത്തെ സാന്ത്വനപ്പെടുത്തുകയും ജീവിതത്തിന് അല്പം കൂടി തെളിമ നൽകുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മളെ തന്നെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന പുണ്യങ്ങളായിട്ടാണ് ഉടമ്പടിയിലെ ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം ഉടമ്പടിയിലുള്ള ജീവിതത്തെ അത് ദൈവസ്നേഹത്തിൻ്റെ ജീവിതമായി കാണുന്നുവോ, ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള അവസരമായി കാണുന്നുവോ, അതനുസരിച്ച് ഉടമ്പടിയുടെ ആകാശം വിശാലമായിക്കൊണ്ടിരിക്കും. ഉടമ്പടിയിലൂടെ നന്മ സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ നിയോഗങ്ങൾക്കപ്പുറം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി നിരന്തരം ശ്രദ്ധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി മാറിക്കൊണ്ടിരിക്കും. സാവധാനം അത് നമ്മുടെ തന്നെ ജീവിതത്തിന് അനുഗ്രഹവും മറ്റുള്ളവരുടെ ജീവിതത്തിന് സുരക്ഷിതത്വവുമായി മാറുന്നതിന് ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നമ്മുടെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവയ്ക്കുന്നത്. അസാധ്യമെന്ന് കരുതുന്നത് വേഗം സാധിച്ചു നൽകുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കും.